ഹായ് ഹലോ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി കനകയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, നന്ദുവിനെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്, അവളെ ഒന്ന് നന്നായിട്ടൊന്ന് ഉപദേശിക്കണം അനിയുടെ കാര്യത്തിൽ. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് അവളുടെ മനസ്സിന് നന്നായി കയറുന്ന രീതിയിൽ വേണമെന്ന് പറയാൻ. ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ ബന്ധമുണ്ടോ എന്നാ എൻ്റെ പേടി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് വയ്ക്കേണ്ട ബന്ധമാണ്, അതൊരിക്കലും അപകടത്തിലേക്ക് പോകാൻ പാടില്ല. അവൾ അകത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നയന. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനിടയ്ക്ക് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട്, ദേ ഗോവിന്ദേട്ട, നയനമോളോട് ദേഷ്യമുള്ള സമയത്ത് എങ്ങനെ നടന്ന അമ്മ ഇപ്പോൾ നോക്കി അടയും ചക്കരയും പോലെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയ നയന നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ, അനിയുടെ ദാമ്പത്യം തകരുന്നത് അവിടെ ആർക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തിനും ഏതിനും എന്നെ അനുസരിക്കുന്ന നീ ഈ ഒരു കാര്യത്തിൽ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ കാരണം അനിയുടെ ജീവിതം തകർന്നാൽ അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ദേവയാനിയും പറയുന്നുണ്ട്, മോള് മറ്റന്നാൾ ട്രെയിനിങ്ങിന് പോവുകയല്ലേ, പരമാവധി അനിയെ വിളിക്കുകയും കാണാനും ശ്രമിക്കരുത്. പിന്നെ പോയി SI ഒക്കെ ആയിക്കഴിഞ്ഞാൽ മോൾക്ക് പിന്നെ തിരക്കായിരിക്കുമല്ലോ, ആ നേരത്ത് അവനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അനിയും അനാമികയുമായിട്ട് അത്രയ്ക്ക് പൊരുത്തക്കേടുണ്ട് മോളെ, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാകാൻ പാടില്ല. മോള് കാരണം അവർ ഒരിക്കലും ബന്ധം വേർപിരിയരുത്, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും വല്ലാതെ വിഷമിക്കുന്നുണ്ട്, അത് നീയും മനസ്സിലാക്കണം. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോൾക്ക് നല്ലൊരു പയ്യനെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്, സമയമാകുമ്പോൾ അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരും. ഇനി അനി സ്നേഹം കാണിച്ച് മോളുടെ അരികിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിലും പരമാവധി മോൾ അകലം പാലിക്കണം, എങ്കിൽ മാത്രമേ അനാമികയെ അവൻ സ്നേഹിച്ചു തുടങ്ങൂ. മോൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ മനസ്സിലായി എന്ന് നന്ദു തലയാട്ടുന്നുണ്ട്. എന്നിട്ട് ദേവയാനി നന്ദുവിൻ്റെ കൈയൊക്കെ പിടിച്ച് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വിഷമമായോ ഞങ്ങളിങ്ങനെ പറഞ്ഞത്? നന്ദുവിൻ്റെ മുഖത്ത് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞത്, എനിക്കൊരു വിഷമവുമില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, കേട്ട കാര്യങ്ങൾ അതേപടി അനുസരിക്കണം, അല്ലാതെ വെറുതെ കേട്ടുകൊണ്ട് നിന്നാൽ പോരാ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതെനിക്കറിയാം, എങ്കിൽ നടക്കാൻ പാടില്ലാത്ത ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ദേവയാനി പോകുന്നുണ്ട്. പിന്നെ നയന പറയുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, നീ ഒരു കാരണവശാലും അനിയുടെ ജീവിതത്തിലേക്ക് ചെല്ലത്തില്ല എന്ന്. ആ വാക്ക് തെറ്റിക്കാൻ എൻ്റെ മോൾ ഒരു കാരണമാകരുത്. ഏതായാലും നന്ദു എന്തു ചെയ്യണമെന്നറിയാതെ നല്ല വിഷമത്തിലാണ്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. ആദർശ് അവിടെ സോഫയിൽ നിന്ന് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്, അവളെന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണോ എന്നൊക്കെ നയനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് അഭി വരുന്നുണ്ട്. അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഭാര്യയുടെ ഡിസൈൻ കാരണം കമ്പനിക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, എന്നിട്ട് വിഷുവിന് പോലും ഒരു കാരണം കൂട്ടിത്തന്നില്ല. എന്നിട്ട് നല്ല ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, വിഷു ഒക്കെ അല്ലേ ഏട്ടാ, അതിനെന്തായെന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. വിഷു കൈനീട്ടമൊക്കെ നിനക്ക് കൃത്യമായി കിട്ടിയിരിക്കും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതല്ലേ ഏട്ടാ, നവ്യയുടെ പ്രസവമൊക്കെ വരികയല്ലേ, വിഷുവായിട്ട് നവ്യക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിച്ചുമൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് മറ്റു ചിലവുകളൊന്നും ഇല്ലല്ലോ, കിട്ടുന്ന ശമ്പളം മുഴുവൻ നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ പ്രസവത്തിൻ്റെ ചിലവിൻ്റെ കാര്യമൊന്നും നീ നോക്കേണ്ട, അതൊക്കെ ഞാനും നയനയും നോക്കിക്കൊള്ളാം. പിന്നെ ഈ സമയത്ത് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷേ അതിലൊക്കെ നല്ല ഒരു ആത്മാർത്ഥത വേണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആദർശേട്ടാ, അവൾ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെയൊക്കെ സ്നേഹിക്കാനൊക്കെ കഴിയുമോടാ? എന്നിട്ട് ഇതുവരെയും നീ അവളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതിലെല്ലാം എനിക്കിപ്പം വളരെയധികം കുറ്റബോധമുണ്ട് ഏട്ടാ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഓ നീയൊക്കെ കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തിന് വരെ നാണക്കേടാ. ശരി, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ ഈ പറഞ്ഞതൊക്കെ നീ പാലിച്ചിരിക്കണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഞാൻ സാവകാശം മാറാൻ തീരുമാനിച്ചേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ മാറ്റം ശബരിമലയിൽ പോകാൻ വ്രതമെടുത്തതുപോലെ ആയിരിക്കരുത്. അന്ന് നിന്നെ അയ്യപ്പസ്വാമി കുറേ പരീക്ഷിച്ചതാണ്, അതേപോലെ ഇനിയും പരീക്ഷണം നേരിടേണ്ടി വരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്കൊരു ജോലിയുണ്ട്, അതുകൂടി നീ കളഞ്ഞു കുളിക്കരുത്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇനി എൻ്റെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും ഏട്ടാ. ശരി എന്ന് പറഞ്ഞ് ആദർശങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ്റെ ഒരു ഉപദേശം MD ആയിട്ട് ഇരുന്ന് സൂയിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു നക്കാ പിച്ചയാണ് തരുന്നത്. പിന്നെ കാണിക്കുന്നത് നവ്യയെയും നന്ദുവിനെയുമാണ്. നവ്യ പറയുന്നുണ്ട്, മോളെ, നന്ദു അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്നത് നോക്കുവോ, ഇതുപോലെ എൻ്റെ അമ്മായിയമ്മയെ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നുവെങ്കിൽ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ചേച്ചി പ്രതീക്ഷിക്കണ്ട, ഹൃദയം പകുത്തു കൊടുത്താലും നവ്യേച്ചിയുടെ അമ്മായിയമ്മ നവ്യേച്ചിയെ സ്നേഹിക്കാൻ പോകുന്നില്ല, പിന്നെ അഭിയേട്ടനെ സ്നേഹിച്ചാലായി.
ആ അവൻ്റെ സ്നേഹം സത്യമായാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് നവ്യ. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫോൺ റിങ് അടിയുന്നുണ്ട്. എടുത്തപ്പോൾ അത് ആദർശിൻ്റെ കോളാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, മോള് മറ്റന്നാളല്ലേ പോകുന്നത്, നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്കൊന്നും വാങ്ങിക്കണ്ട ആദർശേട്ട, എല്ലാം ചേച്ചി വാങ്ങി തന്നിരിക്കുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല നയന അവിടെ ഉണ്ടോ? ഇല്ലല്ലോ ആദർശേട്ട എന്ന് പറയുന്നുണ്ട് നന്ദു. ചേച്ചി ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അതേ, പർച്ചേസ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആദർശ്. പിന്നെ നബിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, കൊടുക്കണോ ആദർശേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, കൊടുക്കൊന്നും വേണ്ട, ഏതായാലും സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു നബിയോട് പറയുന്നുണ്ട്, അമ്മായിയമ്മയും മരുമകളും ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ചേച്ചി പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടനോട് ഇങ്ങനെ പറയാതിരിക്കുന്നത് മോശമാണ്. അപ്പോൾ നന്ദുവും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, പക്ഷേ ആദർശേട്ടൻ്റെ അമ്മ തന്നെയാണല്ലോ പറയരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിലൊരു കാര്യമുണ്ട് മോളെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് മരുമോളെ വല്ലാതെ അങ്ങ് വെറുത്തതല്ലേ? അങ്ങനെയുള്ള ഒരാൾ ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരു കുറച്ചിലല്ലേ? പിന്നെ കാണിക്കുന്നത് കനകയും നയനിയും ഒക്കെ പാചകത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ കനക. ദേവയാനി അവിടെ പോയിട്ട് ഇരുന്നു. പക്ഷേ ദേവയാനി സമ്മതിക്കുന്നില്ല. അതെന്താ, ഞാനും ഈ വീട്ടിലൊരു അങ്ങനെ തന്നെ അല്ലേ എന്നും പറഞ്ഞ് ദേവയാനി ഓരോ പണിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട്, അമ്മ ഇന്ന് ഞങ്ങളുടെ ഗസ്റ്റാണ്. പിന്നെ ദേവയാനി പറയുന്നുണ്ട്, നയനയ്ക്കും ആദർശനും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കണം, അതിന് ഡോക്ടറെ കാണിച്ചാൽ മാത്രം പോരാ, നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കണം കനകെ എന്നൊക്കെ പറയുന്നുണ്ട്. അതുമാത്രമല്ല കനകെ, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ടൂറൊക്കെ പോകണം. അപ്പോൾ നയന പറയുന്നുണ്ട്, എല്ലാം അമ്മ തന്നെ തീരുമാനിച്ചോ, ആദർശേട്ടൻ്റെ സമയം കൂടി നോക്കിയാൽ മതി. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് ഒരു കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നന്ദു വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആരാ വരുന്നത്? നമ്മുടെ ആദർശാണ് വരുന്നത്. ആദർശിനെ കണ്ടപ്പോൾ നന്ദു ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ദേവയാനിയെ അവിടെ കണ്ടാൽ എല്ലാ കള്ളത്തരവും പുളിയുമല്ലോ. അതുകൊണ്ട് നന്ദു ഓടിച്ചെന്ന് നയനയോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇതാ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ ഒന്ന് മാറി നിന്നു. അപ്പോൾ ദേവയാനി അവിടുന്ന് ഓടിപ്പോയി മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശ ഉള്ളിലേക്ക് വന്നു. പുറത്ത് ദേവയാനിയുടെ കാറ് കണ്ടിട്ട് ആദർശം അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നീ അമ്മയുടെ കാറിലാണോ വന്നത്? അപ്പോൾ നയന പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് എന്നറിയാതെ, ഇതെന്താ ആദർശേട്ടൻ്റെ കയ്യിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വിഷുവൊക്കെ ആണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വാങ്ങിയതാ, ഇതാ നീ തന്നെ കൊടുക്കുക എല്ലാവർക്കും. പിന്നെ ആദർശ് പറയുന്നുണ്ട്, ഭക്ഷണത്തിന് നല്ല മണം വരുന്നുണ്ടല്ലോ, കൃത്യസമയത്ത് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചധികം വിഭവങ്ങൾ കൂടി ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഉള്ളത് മതി എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മോളെ നീ തന്നെ അവന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നന്ദു ക്യാമ്പിലേക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അതൊരു രസമല്ലേ. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ എടുത്തു വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു, എന്തോ ഭയന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. നയനയോട് വിളമ്പി കൊടുക്കാൻ പറയുന്നുണ്ട് നമ്മുടെ കനക. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാം മോനെ എന്ന് പറഞ്ഞിട്ട് കനക ദേവയാനി ഒളിച്ചു നിൽക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, ഓ ഇവിടെയാണ് നിൽക്കുന്നത്, ഇത് ആദർശ് വന്നാൽ ഉപയോഗിക്കുന്ന മുറിയാണ്, ആദർശല്ലേ ഈ വീട് വാങ്ങിത്തന്നത്, അതുകൊണ്ട് ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി തന്നെയാണ് ആദർശിന് കൊടുത്തത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി ഇപ്പോൾ ആദർശ് വാങ്ങിത്തന്നതാ എന്നൊന്നും പറയണ്ട, ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ്. പിന്നെ കനക പറയുന്നുണ്ട്, എല്ലാവരും ഭക്ഷണത്തിന് ഇരുന്നിട്ടുണ്ട്, ഒന്നിച്ച് കഴിക്കാൻ കൂടിയല്ലേ ആദർശിൻ്റെ അമ്മ വന്നത്. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഇനിയും കഴിക്കാമല്ലോ, അവന് സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ അവനെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി. അപ്പോൾ കനക പറയുന്നുണ്ട്, പെട്ടെന്ന് എന്താ അവൻ വന്നത്, ഇനി അവൻ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ? അപ്പോൾ ദേവനി പറയുന്നുണ്ട്, അറിയില്ല, പക്ഷെ നയനമോളെ കാണാതിരിക്കുവാൻ അവന് കഴിയില്ല, അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് അറിയാമല്ലോ, അപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതായിരിക്കും. പിന്നെ കനക പറയുന്നുണ്ട്, ആദർശ അമ്മയെ ഇവിടെ വെച്ച് കണ്ടിരുന്നുവെങ്കിൽ എല്ലാം പിടിക്കപ്പെട്ടേനെ എന്ന് പറഞ്ഞ് കനകയും ദേവയാനിയും ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. എന്തൊക്കെയോ സംശയങ്ങൾ ആദർശിനുണ്ട്, അതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.